പഞ്ചാബും RCBയുമാണിന്ന് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ പഞ്ചാബ് തോറ്റിരിക്കുകയാണ്. ഇന്ന് RCB കളി ജയിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. രാജസ്ഥാൻ CSK RCB ടീമിന് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ IPLിലെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് RCB കളി ജയിച്ചപ്പോൾ അവർക്ക് പ്ലേ ഓഫ് സാധ്യത വന്നിരിക്കുകയാണ്. RCBക്ക് ഇപ്പോൾ 10 പോയിന്റ് ഉണ്ട്. ഇനി അവർക്ക് ബാക്കി 2 മാച്ചുണ്ട്. ഈ രണ്ടെണ്ണത്തിലും RCB ജയിച്ചാൽ അവർക്ക് 14 പോയിന്റ് നേടാൻ സാധിക്കും. 14 പോയിന്റുള്ളവർ ചില സീസണിൽ പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് RCBക്ക് പ്ലേ ഓഫ് സാധ്യത വന്നിരിക്കുകയാണ്. ഇന്ന് പഞ്ചാബ് തോറ്റതോടുകൂടി പഞ്ചാബ് ഒഫീഷ്യലായിട്ട് പുറത്തായിരിക്കുകയാണ്. ഈ IPLിൽ ഒഫീഷ്യലായിട്ട് പുറത്തായത് 2 ടീമുകളാണ്, പഞ്ചാബും മുംബൈയുമാണ്. നിലവിലിപ്പോൾ കൊൽക്കത്ത ടീമിന് 16 പോയിന്റ് ഉണ്ട്. അവര് സേഫ് ആയിരിക്കുകയാണ്, അവർ പ്ലേ ഓഫിലെത്തി. അതുപോലെ രാജസ്ഥാൻ ടീമിനും 16 പോയിന്റ് ഉണ്ട്, അവരും പ്ലേ ഓഫിലെത്തി. SRHനാണെങ്കിൽ 14 പോയിന്റ് ഉണ്ട്. അവർക്കിനി ബാക്കിയുള്ള 2 മാച്ചിലെ ഒരെണ്ണത്തിൽ ജയിച്ചാൽ പ്ലേ ഓഫിലെത്താം. അതുകൊണ്ട് 3 സ്ലോട്ട് ബുക്കായിരിക്കുകയാണ്, കൊൽക്കത്ത, രാജസ്ഥാൻ, SRH. ഇനി ആകെയുള്ളത് ഒരു ചാൻസ് ആണ്. ഇതിലേക്ക് വേണ്ടി CSK, ഡൽഹി, ലക്നൗ, RCB ഈ ടീമുകളാണ് മത്സരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ചെന്നൈക്കാണ്. അവർക്കിനി ബാക്കിയുള്ള 3 മാച്ചിലെ 3 എണ്ണത്തിലും ജയിച്ചാൽ 18 പോയിന്റ് നേടാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ CSK ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലെത്തും. ഇനി 2 മാച്ച് ജയിച്ചാലും ചെന്നൈ ടീമിന് 16 പോയിന്റ് നേടാൻ സാധിക്കും. അപ്പോഴും ചെന്നൈ പ്ലേ ഓഫിലെത്തും. എന്നാൽ ലക്നൗ ടീമിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ബാക്കിയുള്ള 2 മാച്ചിലും ജയിച്ചാൽ മാത്രമേ 16 പോയിന്റ് എത്തുകയുള്ളൂ. അതുകൊണ്ട് ഒരു മാച്ച് തോറ്റാൽ പോലും ലക്നൗ പുറത്താണ്. ഡൽഹിക്കും ഇതേ അവസ്ഥയാണ്. ബാക്കിയുള്ള 2 മാച്ചിലും ജയിക്കണം, എന്നാൽ മാത്രമേ 16 പോയിന്റ് നേടാൻ സാധിക്കൂ. ഒരു കളി തോറ്റാൽ ഡൽഹിയും പുറത്താണ്. ചുരുക്കി പറഞ്ഞാൽ കൊൽക്കത്ത, SRH, രാജസ്ഥാൻ 4ാം സ്ഥാനത്ത് CSKയും ഫിനിഷ് ചെയ്യും. ഇതാണ് പ്ലേ ഓഫ് ചിത്രം. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.